ഹായ് കൂട്ടുകാരെ, സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ അടുക്കളയത്തെ ഒരു വിധമൊക്കെ പണി ഒരുങ്ങിയാണ്ട് നമ്മൾ കൊലയ്ക്കോട് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ പത്രം കൊണ്ടുവന്നിട്ടായിരുന്നു. അപ്പോൾ ഞാൻ പത്രം വായിക്കുക, കറിക്കുള്ളത് നന്നാക്കും ചെയ്യാമെന്ന് വിചാരിച്ചാണ്ട് കൊലയ്ക്കോട് വന്നതാണ് കേട്ടോ. അപ്പോൾ മാതൃഭൂമിൻ്റെ പത്രമാണ് കേട്ടോ. മാതൃഭൂമി ഇതേപോലെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ വായിക്കണത് ഇട്ടപ്പോൾ കമൻറ്റ് വന്നേന്ന്, നമുക്ക് മാതൃഭൂമിയാണോ വാങ്ങണത്, വേറെ പത്രം നിങ്ങൾക്ക് കിട്ടലില്ലേ, ഇത് ശരിയായ ന്യൂസുള്ള പത്രമല്ല എന്നൊക്കെ പറഞ്ഞേന്നു കേട്ടോ. എന്തായാലും നമുക്ക് ഇത് ഏട്ടൻ്റെ വീട്ടിലാട്ടോ പത്രം വരുത്തലേ. അപ്പം അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞാൻ വായിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനായിട്ടൊരു അഭിപ്രായ വ്യത്യാസം എനിക്ക് ഒന്നുമില്ല, കാരണം ഓലല്ല അത് വരുത്തണേ. പിന്നെ വായിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവുമല്ലോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ. മോരൊഴിച്ച് ചെറിയൊരു കുമ്പളങ്ങ കറി വെച്ചാലോ. അപ്പം ഞാനത് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ അതാ അവിടെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ. ചേനയും കുമ്പളങ്ങയും മോരൊഴിച്ചാണ്ട് നാളികേരമൊക്കെ അരച്ചാണ്ട് കറി ഉണ്ടാക്കണത് ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം ഞാൻ വീട്ടിലുള്ള സമയത്ത് അന്ന് ഇറച്ചി മീനും കൂട്ടാൻ പാടില്ലായിരുന്നു കേട്ടോ. അച്ഛന് അങ്ങനെ ആയ സമയത്ത് അന്ന് അധികം മോര് കറി, സാമ്പാർ, അങ്ങനെ ഓരോ വിധത്തിലുള്ള കറികളൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ മോര് കറി വെച്ചാൽ കൂടുതലൊരു ടേസ്റ്റ് ആവും, പ്രത്യേക ടേസ്റ്റ് ആവും. സാമ്പാറിനും ഉണ്ടാവും, എന്നാലും മോര് കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. പിന്നെ അതിലേക്ക് കൊണ്ടാട്ടമുളകും ഉണ്ടാവും കേട്ടോ. ഈ ഒരു കുമ്പളങ്ങ മോര് കറി വെക്കുകയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അതൊക്കെ ഒരു ഓർമ്മ വരിക. അപ്പോൾ ഇതാക്കണ ഞാൻ അമ്മേനെ വിളിക്കലില്ല, വിവരങ്ങൾ അറിയലില്ലേ എന്ന് കുറേ കൂട്ടുകാർ ചോദിച്ചേന്നു. അറിയലുണ്ട് കേട്ടോ. അമ്മക്ക് ഇപ്പോൾ ഫോണില്ല, അതാണ് പ്രശ്നം. ഞാൻ അടുത്ത വീട്ടിലേക്കോ ആർക്കെങ്കിലൊക്കെ ആയിട്ട് വിളിക്കലാണ് കേട്ടോ. അമ്മക്ക് ഞാനൊരു ഫോൺ വാങ്ങിയിട്ടുണ്ട്, അത് കൊണ്ട് കൊടുക്കണം. അത് കൊണ്ട് കൊടുക്കാൻ തന്നെ സിമ്മ് നേരാവണം. അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് കാത്തിക്കുകയാണ് കേട്ടോ. 2-3 ദിവസം പിടിക്കുമെന്ന് പറഞ്ഞേന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം അമ്മയ്ക്ക് ഫോൺ കൊണ്ടു കൊടുക്കാൻ. എന്നാലും അമ്മേൻ്റെ വിവരങ്ങളൊക്കെ അറിയും കേട്ടോ. നമുക്കൊരു ദിവസം അമ്മമാരെ അച്ഛന്മാരൊക്കെ ഉള്ളവരാണെങ്കിലും നമ്മളെ വീട്ടുകാർക്ക് തന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. എൻ്റെ അവസ്ഥ അതായിരുന്നു കേട്ടോ. അച്ഛനുള്ള ദിവസം എന്ന് പറഞ്ഞാൽ 2-3 പ്രാവശ്യം ഞാൻ അമ്മക്ക് ഫോൺ വിളിച്ചായിരുന്നു. ഇപ്പോൾ ഒന്നേറെ ഫോൺ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോൺ വാങ്ങിയിട്ട്, ഫോൺ വാങ്ങിയത് എന്ന് പറഞ്ഞാൽ സാധാ ഫോൺ തന്നെ കേട്ടോ. അമ്മക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫോണാണ് കേട്ടോ. അങ്ങനെ കറിക്കൊക്കെ നന്നാക്കി വെച്ചാണ്ട് ഞാൻ കുളിക്കാനും തിരുമ്പാനും പോയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലുള്ള ദിവസമാണ് മക്കളെ ഇന്ന്, അതായത് ഇന്നലെ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ കുളിയും നനയും തിരുമ്പലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ തോരടാൻ വേണ്ടി ഈ ഒരു അയക്കേമ ഒരുപാട് നനഞ്ഞ തുണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മുറ്റത്ത് കൊണ്ടുപോയിടട്ടെ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇന്ന് വെയിൽ കിട്ടണത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ്. നമ്മളെ അടുത്തുള്ള വീട്ടുകാരൊക്കെ ഉണ്ട് തോരയിടുന്ന തിരക്കിലാണ്. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ബക്കറ്റും കൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മളെ നാത്തൂനുണ്ട്, അപ്പുറത്ത് വറകും പെരയിലുണ്ട്. വിറക് നനഞ്ഞ കുറച്ച് വിറകൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട് വെയിലത്തിട്ട് റെഡിയാക്കാനുള്ള പരിപാടിയാണ്. കാരണം വെയിൽ കൊണ്ട് ചൂടായിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ കത്തി കിട്ടാനും എളുപ്പമാണല്ലോ. അതുകൊണ്ട് ആ ഒരു പരിപാടിക്ക് നിന്നാൽ പിന്നെ നമ്മൾ കൂട്ടുകാരോട് പ്രത്യേകമായിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഞാനെടുക്കുന്ന ഓരോ പണികളാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അല്ലാതെ എല്ലാവരും പണിയെടുക്കുന്നത് എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിക്കോണമെന്നും ഉണ്ടാവില്ല. അതൊക്കെ ഞാൻ ഉൾപ്പെടുത്താനും പോകില്ല കേട്ടോ. കാരണം ഓൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. പിന്നെ നമ്മളെ വീട്ടിൽ ആരൊക്കെ ഉള്ളത് എന്ന് ചിലവർക്ക് സംശയം ഉണ്ടല്ലേ. സംശയം എന്ന് പറഞ്ഞാൽ പുതിയ കൂട്ടുകാർക്ക് മാത്രമാവും കേട്ടോ. അല്ലാത്തവർക്കൊക്കെ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരു വിധം അങ്ങോട്ട് അറിയാമല്ലേ. അപ്പോൾ നമ്മളെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ഒരു പെങ്ങളുണ്ട് കേട്ടോ, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ അനിയനുണ്ട്, അനിയൻ്റെ ഭാര്യ ഉണ്ട്, പിന്നെ എനിക്ക് 2 മക്കളും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4 ആൾ, ഹസ്ബൻഡ്, ഞാനും മക്കളും അടങ്ങി, പിന്നെ നാത്തൂന്, പിന്നെ ഇളച്ചനും ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു കൊച്ചു കുടുംബമാണ് കേട്ടോ ഞങ്ങളത്. തറവാട്ടിലാണ് ഞങ്ങൾക്കൊരു പുതിയ വീടുണ്ട്. വീട് പണി ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ വീട് പണി നമുക്ക് എടുക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ വീട് പണിയുമ്പോൾ തൊട്ട് നോക്കുകയാണെങ്കിൽ കയ്യിൽ വല്ലതും വേണം. അതുകൊണ്ടാണ് വീട് പണി ഇപ്പോൾ ഒരുവിധം അവിടെ കിടക്കണത് കേട്ടോ. നമുക്ക് എന്തായാലും വീട് പണി പൂർത്തിയാക്കണം. മുഴുവൻ പണി തീർത്തിട്ടില്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് ആവശ്യമുള്ള പണികളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തീർക്കണ്ടേ. അതിന് വേണം. ഇപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പണിയില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. കാരണം എന്നും പണി കിട്ടിക്കോണമെന്നും ഉണ്ടാവില്ല. പണി കിട്ടിയാൽ മഴ ഒഴിഞ്ഞ് അങ്ങനെ പണിക്ക് പോകാൻ പറ്റുള്ളൂ.
പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് വന്നു അങ്ങനെ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഞാൻ മാത്രമാണോ വീട്ടിൽ പണിയെടുക്കൽ എന്ന് കുറേ കൂട്ടുകാരെ സംശയമാണ്. ഞാൻ മാത്രമല്ല കേട്ടോ പണിയെടുക്കാൻ എല്ലാവരും പണിയെടുക്കുന്ന ആൾക്കാർ തന്നെ വീട്ടിൽ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്ന പണീൻ്റെ വീഡിയോ മാത്രമാണ് ഞാൻ യൂട്യൂബിൽ കാണിക്കുന്നത്. അല്ലാതെ ഓലെടുക്കുന്ന പണീൻ്റെ ഒന്നും ഞാൻ കാണിക്കണില്ലല്ലോ. അതുകൊണ്ട് നമ്മളെ കൂട്ടുകാർക്കും അറിയില്ല ഓല് പണിയെടുക്കണ്ടോ ഇല്ലയെന്ന്. അതുകൊണ്ടാണ് എന്നോട് ആ ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞത് തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം വീണ്ടും ഒന്ന് പറയട്ടോ, ഞാൻ മാത്രമല്ല വീട്ടിൽ പണിയെടുക്കണം, എല്ലാവരും പണിയെടുക്കലുണ്ട്. പിന്നെ ഞാൻ പണിയെടുക്കുന്നത് മാത്രമാണല്ലോ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. അതുകൊണ്ടാണ് കൂട്ടുകാർക്ക് അങ്ങനെ തോന്നാൻ കാരണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ തോരയിടാണ്. നല്ല വെയിലുള്ളൊരു സമയം. നാത്തൂന് അവിടെ പണിയെടുക്കുന്നത് കാണുന്നുണ്ടല്ലോ. അങ്ങനെ അല്ലറ ചില്ലറ പണികൾ എല്ലാവരും എടുക്കും കേട്ടോ. ആ കൂട്ടത്തിൽ ഞാൻ എൻ്റെ പണികളും തീർക്കും. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ മക്കളെ, നല്ല വെയിലുള്ളൊരു ദിവസമായതുകൊണ്ട് ഒരുവിധം ആശ്വാസമുണ്ട്. നല്ല ചൂടുള്ള വെയിലാണ്. തിരുമ്പാനുള്ളത് തിരുമ്പിടുക, തോരയിടാനുള്ളത് തോരയിടുക, അങ്ങനത്തെ അല്ലറ ചില്ലറ പണികൾ. അടുക്കളയത്തെ പണി എന്ന് പറഞ്ഞാൽ കറി വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. സ്കൂളൊന്നും ഇല്ലല്ലോ, സ്കൂളും കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ തിങ്കളാഴ്ചത്തത് എന്താ അറിയില്ല. പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി ഒരുങ്ങിയിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോ ഇടാത്തത് എന്താ വെച്ചാൽ നമ്മളെ മനസ്സ് വല്ലാണ്ടൊരു സങ്കടത്തിലായിരുന്നു. കാരണം എനിക്ക് അച്ഛനെ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഓർമ്മ പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ളൊരു ചിന്ത ആവുമല്ലോ. ഇനിയിപ്പോൾ കിടക്കുകയാണെങ്കിലും എന്തെങ്കിലും തിന്നുകയാണെങ്കിലും ഒക്കെ ഓരോ ചിന്തകളാണ്. വീട്ടിലേക്ക് ചിന്തിക്കുമ്പോൾ എന്തായാലും അച്ഛൻ്റെ ഓർമ്മ നമ്മളെയൊന്നും ഒരിക്കലും മരിക്കാത്തൊരു ഓർമ്മയാക്കാരം. അതുകൊണ്ട് തന്നെ അതൊക്കെ ഇങ്ങനെ ഓർക്കുമ്പോൾ പിന്നെ എനിക്ക് വീഡിയോ ഇടാനൊന്നും തോന്നൂല കേട്ടോ. വീഡിയോ ഇടാൻ കഴിയൂല. കാരണം അപ്പം എനിക്ക് വർത്തമാനം പറയേണ്ട അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് എനിക്ക് കരച്ചിലാക്കാരം വരിക. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒരുവിധം അങ്ങോട്ട് ഒഴിവാക്കിയൊന്ന് വീഡിയോ ഇടില്ല എന്ന് വിചാരിച്ചത് ഇന്നലത്തെ കാര്യം കേട്ടോ പറഞ്ഞത്. പിന്നെ ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര കാറ്റുണ്ടായിരുന്നു കേട്ടോ. കാറ്റ് ഭയങ്കര എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും പേടിച്ചു. നല്ല മഴയും കാറ്റൊക്കെ വന്നപ്പോൾ കാറ്റ് മഴേനെ കൊണ്ടുപോയി. അപ്പോൾ മഴ പെയ്തില്ല, കാറ്റ് അടിച്ചാണ്ട് അങ്ങനെ പോയിട്ടോ. പിന്നെ ഇത് നമ്മളെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കറി പറഞ്ഞാൽ കുമ്പളങ്ങ മാത്രം. പിന്നെ ഒരു 2 പേരിന് ഒരൊറ്റ തക്കാളി അതിൽ കിടക്കട്ടെ വിചാരിച്ചു. മോര് ഒഴിക്കുമ്പോൾ എന്തായാലും തക്കാളീൻ്റെ ആവശ്യമില്ല. എനിക്കൊരു സമാധാനം ഇല്ലഞ്ഞിട്ടൊരു തക്കാളി അതിൽ കിടന്നോട്ടെ വിചാരിച്ച് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ വറുത്തെടുത്തത് കടുകും ഒരു നുള്ളു ഉലുവയും കറിവേപ്പിലയും കൂടെ ഇട്ടാണ്ട് വറുത്തെടുത്തു. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ചുള്ള. അങ്ങനെ കുറച്ച് ഉലുവയും ചേർത്ത് വറുത്തെടുക്കാം. പിന്നെ ഇതാ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പപ്പടം എടുത്ത് എണ്ണയൊക്കെ ഇട്ടതായിരുന്നു. അതിൽ 2 പെട്ടത് ഞാനും ശ്രദ്ധിച്ചില്ല. എണ്ണയിൽ കിടന്ന് പൊന്തിയപ്പോഴാണ് അതിൽ 2 പപ്പടം ഉണ്ടല്ലോ എന്ന് കൊടുത്തത്. അത് 2ഉം കൂടെ എടുത്ത് വേവിച്ചെടുത്തിട്ടോ. അങ്ങനെ പപ്പടം. പിന്നെ കുട്ടികൾക്ക് ഇപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണമല്ലോ വിചാരിച്ച്, കർക്കിടക മാസം അല്ലേ എന്തിപ്പോൾ ഉണ്ടാക്കിയ വിചാരിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് സോയാബീൻ അവിടെ ഉണ്ടായിരുന്നത്. അതിൽ ഒന്നും നോക്കില്ല, ഉപ്പും മുളക് മഞ്ഞപ്പൊടി ഒരു നുള്ളി ചിക്കൻ മസാലയും കൂടെ ഇട്ടാണ്ട് അതും കൂടെ പൊരിച്ചെടുക്കാൻ വേണ്ടി നിന്നിട്ടോ, വറുത്തെടുക്കാൻ വേണ്ടി നിന്നു. ഇതൊക്കെ സ്പെഷ്യലായിട്ടൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ സാധാ വറുത്തെടുക്കും പോലെ വറുത്തെടുക്കാമെന്ന് വിചാരിച്ച് അതും കൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ സോയാബീൻ മാത്രമായ കറിവേപ്പിലും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുമെന്ന് തോന്നി. ചെറിയൊരു മഴച്ചാറ്റിലും ഉണ്ട് കേട്ടോ. ഒന്നും നോക്കിയില്ല, ഞാനിതാ പോണ് കറിവേപ്പില തിരഞ്ഞു പോവുക. അപ്പം ഞാൻ പറഞ്ഞില്ല നല്ല കാറ്റടിച്ചേന്നു. അപ്പം കാറ്റടിച്ചപ്പോൾ കൊഴിഞ്ഞ ഇലകളാണ്, റബ്ബറിൻ്റെ ഇലയൊക്കെ കൊഴിയുന്നുണ്ട്. അങ്ങനെ ഇവിടെ മുറ്റമൊക്കെ ആകെ പരന്ന് കിടക്കുകയാണ് കേട്ടോ. ഞാൻ ഏടത്തേമ്മ വന്നാൽ നല്ലൊരു പണി തന്നെ അടിച്ചൊരു വൃത്തിയാക്കാമെന്ന് പറഞ്ഞാൽ. നമ്മൾ കിണറ്റിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇല പറിക്കാൻ വേണ്ടി പോയപ്പോഴാണ് കിണറും കൂടെ ഒന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പോകുന്നത്. നല്ല വെള്ളം ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഒരു 6 or 7 റിങ്ങും കൂടെ മൂടാനുള്ളേന്നു കേട്ടോ. അതേ അവസ്ഥയിൽ വെള്ളം എത്തിയിരുന്നു. അപ്പോൾ കാണുമ്പോൾ നമുക്കൊരു പേടിയാണല്ലേ, ഒരുപാട് വെള്ളം ഇങ്ങനെ പൊന്തി വന്ന് കാണുമ്പോൾ. അങ്ങനെ കറിവേപ്പില ഇവിടെയാണ് കേട്ടോ. വലിയൊരു മരം ഉണ്ട് അവിടെ, അതിമെന്ന് എനിക്ക് കിട്ടൂല. അപ്പോൾ ഈ ചെറിയ തൈമെന്ന് ഒരു 4-5 അല്ലി ഇല പറിച്ചു കൊണ്ടുപോകട്ടെ. കാരണം അടപ്പത്ത് സാധനം അവിടെ കിടന്ന് വേവാണ്. അപ്പോൾ ഈ ഇല പറിക്കാൻ നോക്കിയപ്പോഴാണ് അവിടെ ഒരു ചെറിയൊരു ജന്തുവിനെ കണ്ടോ കറിവേപ്പില മിന്നി തിളങ്ങന്മാർക്ക്. മഴ പെയ്യുന്നുണ്ട്, മഴ ഫോണുമ്മ കൂടെ ഒക്കെ കൊണ്ട് നനഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇക്ക് 2 അല്ലി കറിവേപ്പിലും കൂടെ ഇട്ടു. ഇനി അത് ഞാൻ വേവിച്ചെടുക്കട്ടെ. സൂര്യമോളുണ്ട് വെന്തോ ചോദിച്ചു വന്നിട്ടുണ്ട്. ഓൾക്ക് ഇതായിട്ട് വേണം ചോറ് തിന്നാന്ന് പറഞ്ഞ് നിൽക്കാൻ കേട്ടോ. അങ്ങനെ നമ്മളൊരു പ്ലേറ്റൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ആ പ്ലേറ്റേക്ക് ലേശിച്ച് കാരണം കോരി എടുക്കാൻ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം കുറച്ചും കൂടെ കുട്ടികൾക്ക് ഉണ്ടാക്കി എടുക്കണുള്ളൂ വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി കുട്ടികൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും പാടെ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയെടുക്കട്ടെ. കാരണം കറിയും പപ്പടവും ഉപ്പേരിയും ഉണ്ട്. അതിക്ക് കുറച്ച് സോയാബീൻ കൂടെ ഉണ്ടെങ്കിൽ ഉഷാറല്ലേ. അങ്ങനെ ഞാൻ
അതൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ വിചാരിച്ചു. അടുക്കളത്തെ പണി കഴിഞ്ഞു കേട്ടോ. ഈ ഒരു സോയാബീൻ ഉണ്ടാക്കൽ മാത്രമേ ഉള്ളേന്നു. ഇനി ഇവിടെ അടിച്ചുവരിയും കൂടെ വൃത്തിയാക്കട്ടെ. ഇവിടെ ഷീറ്റ് വിരിച്ചേന്നു കേട്ടോ. ഷീറ്റൊക്കെ ആകെ കീറാൻ കാരണമുണ്ട്. അടപ്പിൽ നല്ല നീളമുള്ള കൊള്ളി വറകണ്ട് ഇടും. അത് കത്തി കഴിഞ്ഞാണ്ട് നിലത്തേക്കണ്ട് കൊഴിഞ്ഞാടിയതിന് ശേഷം അത് ഉരുകി അങ്ങനെ ഷീറ്റ് കീറിയതാണ്. അപ്പോൾ വിഷ്ണു ആണ് കേട്ടോ ഫോണ് പിടിക്കണ. മോൻ എന്തോ തമാശ പറഞ്ഞപ്പോൾ ഞാൻ ചൂലും പിടിച്ച് അവൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചതായിരുന്നു കേട്ടോ. പിന്നെ ചോറ് വിളമ്പാൻ നേരമായിട്ടുണ്ട്. അങ്ങനെ ഉപ്പേരി എന്ന് പറഞ്ഞാൽ കറുവത്തുണ്ടല്ലോ, ഓമക്കായ പപ്പായൊക്കെ പറയും. ആ ഒരു ഉപ്പേരിയും പച്ചക്കായൊക്കെ ഇട്ടാണ്ട് ഉപ്പേരി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സോയാബീൻ ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ നല്ല അടിപൊളി മോര് കറിയുണ്ട്, പപ്പടമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതന്നെ ധാരാളം അല്ലേ. ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിലും ഇതന്നെ മതിയല്ലോ, നല്ല നാടൻ കറിയൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ചോറിനാൻ വേണ്ടി നിൽക്കട്ടെ കേട്ടോ. ഇനി അങ്ങനെ ചോറിയിട്ടൊക്കെ കഴിഞ്ഞാണ്ട് തിന്ന പാത്രം കഴുകിയും കൂടെ വെക്കട്ടെ കേട്ടോ. അപ്പോൾ അടപ്പിൽ തീ ഉണ്ടായപ്പോൾ എനിക്ക് തോന്നി തീ കെട്ടാൽ ചിലപ്പോൾ കത്തി കിട്ടാൻ കുറച്ച് പ്രയാസകരം. അതിൽ പിന്നെ ഒന്നും നോക്കിയില്ല. അടപ്പിൽ 2 കൊള്ളി വറകൊക്കെ ഇട്ടാണ്ട് അടുത്ത ചോറിനുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളം ചൂടായിട്ട് അരി ഇടാമല്ലോ. അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് അറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള പണികളൊക്കെ ഞാൻ തുടങ്ങട്ടെ. പാത്രം കയ്യിലൊക്കെ കഴുകി വെക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ.